തൊടുപുഴ നഗരസഭ 9-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്. ആകെയുള്ള 1200ഓളം വോട്ടുകളിൽ 85% പോൾ ചെയ്തതായാണ് സൂചനകൾ. ചതുഷ്കോണ മത്സരം നടക്കുന്ന പെട്ടേനാട്ട് വാർഡിൽ 4 മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. തൊടുപുഴ നഗരസഭ മുൻ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണിയെ അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് പെട്ടേനാട് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. നഗരസഭയിൽ കേവല ഭൂരിപക്ഷം മാത്രമുള്ള LDFന് നഗരസഭ അധ്യക്ഷ സ്ഥാനം സനീഷ് ജോർജ് രാജിവെച്ചതിനാൽ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 9-ാം വാർഡ് പെട്ടേനാടിലെ ബൈ ഇലക്ഷൻ ജൂലൈ 30 ഇന്ന് റിട്ടേണിംഗ് ഓഫീസറായ ബഹുമാനപ്പെട്ട സബ് കളക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിൽ ഇന്ന് വളരെ സുഗമമായി നടന്നിട്ടുള്ളതാണ്. മോക്ക് പോൾ രാവിലെ 6 മണിക്ക് ആരംഭിച്ചിട്ടുള്ളതും അതിൽ പോളിംഗ് ഉദ്യോഗസ്ഥരും 4 സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരും എല്ലാം സന്നിഹിതരായിട്ട് ഇരുന്നിട്ടുള്ളതാണ്. നല്ല മഴയുണ്ടായിരുന്നിട്ട് പോലും വോട്ടിങ്ങിന് പ്രത്യേകിച്ച് തടസ്സമൊന്നും കൂടാതെ തന്നെ സുഗമമായിട്ട് വോട്ടിംഗ് നടന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വോട്ടേഴ്സിന് എല്ലാ സൗകര്യങ്ങളും ബഹുമാനപ്പെട്ട RO ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതാണ്. വീൽ ചെയർ, കുടിവെള്ളം അതുപോലുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വോട്ടിംഗ് വളരെ സുഗമമായി നടന്നിട്ടുള്ളതാണ്. മാത്രമല്ല പതിവിന് വിപരീതമായി ഇത്തവണ വാർഡിൽ ചതുഷ്കോണ മത്സരം നടക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. LDFനായി ബാബു ജോർജ്, UDFനായി ജോർജ് ജോൺ, NDAക്കായി രാജേഷ് പൂവാശ്ശേരിൽ, AAP സ്ഥാനാർത്ഥിയായി റൂബി വർഗീസ് എന്നിവരാണ് മത്സര രംഗത്തുള്ളത്. ഇതിൽ LDF, UDF സ്ഥാനാർത്ഥികൾ മുന്നണി പിന്തുണയോടെ സ്വതന്ത്രരായാണ് മത്സരിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തങ്ങൾക്ക് വോട്ട് ലഭിക്കുമെന്ന പ്രതീക്ഷയുള്ളതിനാൽ മത്സരിക്കുന്ന 4 സ്ഥാനാർത്ഥികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ശക്തമായ മഴയത്തും ആളുകളുടെ ഒരു ഒഴുക്ക് എന്നീ ബൂത്തിലേക്കുണ്ട്. കാരണം 9-ാം വാർഡിൻ്റെ വികസന മുരടിപ്പിനെതിരെയുള്ളൊരു പ്രതിഷേധമായിട്ട് അവരത് കണക്കാക്കുന്നത് കൊണ്ടാകാം ആളുകൾ വോട്ട് ചെയ്യാൻ ഒഴുകിയെത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നാഥനില്ലാ കളരിയായി കിടക്കുന്ന ഈ 9-ാം വാർഡിൽ അവരൊരു പ്രതിഷേധ സൂചകമായിട്ട് തന്നെയാണ് ഇന്ന് ഈ മഴയത്തും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. 100% ജയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ തകർന്നടിഞ്ഞെടുക്കുന്ന ഇതുവരെ 9-ാം വാർഡിൽ കൗൺസിലർ ചെയ്യാണ്ടിരുന്ന പ്രവൃത്തികൾ, റോഡുകൾ എല്ലാം തകർന്നിരിക്കുന്നു. അതുപോലെ തന്നെ വഴിവിളക്കുകളില്ല, പിന്നെ ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നമുണ്ട്. ഇതിനെല്ലാം ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. MPയും MLAയുമായി ചേർന്ന് നിന്ന് ഇതിന് ഒരു പരിഹാരം കാണും. ഈ 9-ാം വാർഡിലെ റോഡുകളെല്ലാം സഞ്ചാരയോഗ്യമല്ലാതെ നടക്കാൻ വരെ, കാൽനട യാത്ര ചെയ്യാൻ വരെ സാധിക്കുന്ന അവസ്ഥയിലല്ല. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണും. 100% വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർ ഒരു മാറ്റത്തിനായി ആഗ്രഹിക്കുന്നു എന്ന ഇതിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. തീർച്ചയായും ജനങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്ത് ചുൽചിഹ്നത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കുമെന്ന് 100% ഞങ്ങൾ വിശ്വസിക്കുകയാണ്. മാറ്റത്തിനായി ആഗ്രഹിക്കുന്ന ഒരു ജനങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുറച്ച് കാലയളവേ നിലവിലുള്ളൂ. 1.5 വർഷം കൊണ്ട് റോഡുകളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുവാനുണ്ട്. അതെല്ലാം പൂർണ്ണമായി ചെയ്യുവാനുള്ള എല്ലാ സാഹചര്യവും എനിക്ക് അനുകൂലമായി വരുന്നുണ്ട്. അതെല്ലാം പൂർണ്ണമായി ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വൻ ഭൂരിപക്ഷത്തിൽ ഈ വാർഡിൽ നിന്ന് വിജയിച്ച് തൊടുപുഴ നഗരസഭയിലേക്ക് ആളുകൾ കടത്തിവിടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പ് വിജയം അഭിമാന പ്രശ്നമായതിനാൽ ഇടതു വലതു മുന്നണികൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നപ്പോൾ മുതൽ ശക്തമായ പ്രചരണത്തിലായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ബുധനാഴ്ചയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. Al Azhar Group of Institutions, 16 institutions offering 56+ programs, serving 7,000+ students. Al Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, Founder, Chairman, Al Azhar Group of Institutions, Todupuzha, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College,
Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al-Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, an expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al-Azhar Group of Institutions, Tiruvura.